ലെബനനിൽ അടിച്ചാൽ ഇനി ഒരു ഹിസ്ബുള്ള പ്രവർത്തകരെങ്കിലും കൊല്ലപ്പെട്ടാൽ ഇസ്രയേലിന്റെ നാശത്തിലെ ഈ യുദ്ധം കലാശിക്കൂ. ചർച്ചയ്ക്ക് ഇറാന്റെ പിന്നാലെ വാലാട്ടി നടക്കേണ്ടി വരും. അമേരിക്കയോടും ഇസ്രയേലിനോടും IRGCയുടെ നിരന്തര കൊലവിളി. തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളകൾ കൊല്ലപ്പെടുന്നതിൽ വല്ലാത്ത പൊള്ളലാണ് ഇറാൻ സേനയ്ക്ക്. ടണലുകളിൽ കത്തിച്ചാമ്പലാകുന്ന ഹിസ്ബുള്ള ഭീകരരുടെ നിലവിളി ടെഹ്റാൻ വരെ മുഴങ്ങുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രയേൽ കാടത്തം കാണിക്കുന്നുവെന്ന് ഇറാന്റെ മോങ്ങൽ. എത്രയും പെട്ടെന്ന് ഇസ്രയേലിനെ പിടിച്ചുകെട്ടാൻ അമേരിക്കയോട് വാദിച്ച് IRGC. അല്ലെങ്കിൽ ഹോർമുസിൽ കപ്പൽ മുക്കുമെന്നാണ് ഭീഷണി. കൊലവിളി മുറുകുന്നു. മേഖല കലുഷിതമാകുന്നു. യുദ്ധമോ? ലോകം ഭയക്കുകയാണ്. തെക്കൻ ലെബനനിൽ കൈവയ്ക്കാൻ വന്ന ഹിസ്ബുള്ളകൾ ചത്തൊടുങ്ങുമെന്ന് ഇസ്രയേൽ കട്ടായം പറഞ്ഞിരുന്നു. തെക്കൻ ലെബനൻ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായിരുന്നു. ഇസ്രയേലിലേക്ക് എളുപ്പം ആക്രമിക്കാൻ അവർക്ക് ആക്സസ് ഉണ്ടായിരുന്ന പ്രധാന ഇടം. ഇവിടുത്തെ ടണലുകളിൽ മിസൈൽ ലോഞ്ച് പാടുകളും ആയുധപ്പുരയും വരെ ഉണ്ട്. അതെല്ലാം നശിപ്പിച്ച് മേഖല പിടിച്ചെടുത്ത ഇസ്രയേൽ ശക്തമായ നിരീക്ഷണമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തെക്കൻ ലെബനൻ കൈവശപ്പെടുത്താൻ വീണ്ടും ശ്രമം നടത്തുകയാണ് ഹിസ്ബുള്ള. ഇത് പരാജയപ്പെടുകയാണ്. അതായത് ഇസ്രയേൽ സേന ഇവിടെ കൃത്യമായ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഓരോ ബഫർ സോണുകളായി കേന്ദ്രീകരിച്ച് ഇവിടെയെല്ലാം ഇസ്രയേൽ സൈന്യത്തെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഒരു തരത്തിലും ഹിസ്ബുള്ള ഭീകരർക്ക് ഈ മേഖലയിൽ അനങ്ങാൻ കഴിയില്ല. ഇത് കൂടാതെ ഇപ്പോൾ ഇറാനെ സഹായിക്കുന്നതിന് വേണ്ടി ഹിസ്ബുള്ള വീണ്ടും തലപൊക്കാനുള്ള നീക്കം തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടുകൂടി ശക്തമായ നിരീക്ഷണം ഈ ഭാഗങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിറിയ വഴി ഹിസ്ബുള്ളയ്ക്ക് വീണ്ടും ആയുധം എത്തിക്കാനുള്ള നീക്കം IRGC നടത്തുന്നുണ്ട്. ഇതിനെല്ലാം പൊളിച്ചെറിയുകയാണ് ഇസ്രയേൽ. ശക്തമായ കോട്ട കെട്ടി തെക്കൻ ലെബനൻ സംരക്ഷിക്കുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നു. ഇറാന് അവരുടെ ഒരു ശക്തമായ പ്രോക്സി നട്ടലൊടിഞ്ഞ് വീണ് കിടക്കുന്നത് സഹിക്കാനാകുന്നില്ല. അതുകൊണ്ടാണ് നിരന്തരം അമേരിക്കയോടും ഇസ്രയേലിനോടും ഇറാൻ കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമാധാന ചർച്ചകൾ ഇസ്ലാമാബാദിൽ വഴിമുട്ടുമ്പോൾ ലെബനനിലെ അതിർത്തികൾ ഇപ്പോഴും പുകയുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപനങ്ങളെ കാറ്റിൽ പറത്തി ഇസ്രയേൽ നടത്തുന്ന കടന്നാക്രമണങ്ങൾ ഇറാന്റെ ക്ഷമ പരീക്ഷിക്കുന്നു. ലെബനനിൽ കൊല്ലപ്പെടുന്ന ഓരോ ഹിസ്ബുള്ള അംഗവും ചർച്ചകളുടെ മേശയിൽ നിന്ന് ഇറാനെ പിന്നോട്ട് വലിക്കുന്നു എന്നാണ് IRGC വെല്ലുവിളിക്കുന്നത്. ലെബനൻ ആക്രമിക്കരുത്, ജനങ്ങളെ കൊല്ലരുതെന്നാണ് ഇറാൻ പറയുന്നത്. ജനങ്ങളല്ല, ഹിസ്ബുള്ള കൊല്ലപ്പെടുന്നതിലാണ് ഇറാന്റെ സങ്കടം അത്രയും. ഇറാന്റെ ശക്തമായ പ്രോക്സിയാണ് ഹിസ്ബുള്ള. മറ്റു പ്രോക്സികളെക്കാൾ റിബലാണ് ഈ ഒരു സംഘം. ഇവരെയാണ് ഇസ്രയേൽ അടിച്ചൊതുക്കിയിട്ടിരിക്കുന്നത്. തലപൊക്കാനാകാത്ത വിധം മണ്ണിൽ തറ പറ്റി വീണിരിക്കുകയാണ് ഹിസ്ബുള്ള. ഗാസയുടെയോ ലെബനന്റെയോ കരച്ചിൽ ഇന്നോളം ഇറാൻ കേട്ടിട്ടില്ല. ഇവിടുത്തെ ഭീകരരുടെ കരച്ചിൽ മാത്രമാണ് ഇറാനെ വേദനിപ്പിക്കുന്നത്, ടെഹ്റാനെ പിളർത്തുന്നത്. ലെബനൻ ജനത പട്ടിണിയിലും പരിവട്ടത്തിലുമാണ് കടന്നു പോകുന്നത്. അവർക്ക് ആഹാരം കൊടുക്കാനല്ല, ഹിസ്ബുള്ളയ്ക്ക് ആയുധം എത്തിക്കാനാണ് ഇറാന്റെ തിടുക്കം. ഹിസ്ബുള്ള പൂർണ്ണമായും വീണാൽ ഇറാന് അത് തല പിളരുന്ന അടിയാണ്. കാരണം ഇസ്രയേലിനോടും അമേരിക്കയോടും നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇറാന് ഭീകരവാദം പുറത്തെടുക്കാൻ ഹിസ്ബുള്ളയുടെ സഹായം ആവശ്യമാണ്. അതായത് തെക്കൻ ലെബനൻ വഴി ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറാനും ഇസ്രയേലിൽ 2023 ഒക്ടോബർ 7 ആവർത്തിക്കാനുമുള്ള പദ്ധതികൾ ഇറാൻ മെനയുന്നുണ്ട്. അതിന് ഇനി തലപൊക്കാൻ ഹമാസിന് കഴിയില്ല. ഹൂതികൾക്ക് തലപൊക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. കാരണം കടലുകളിൽ മുഴുവൻ അമേരിക്ക വലിയ സൈനിക വിന്യാസം നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഹൂതികൾക്ക് തലപൊക്കാൻ കഴിയില്ല. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനും കഴിയില്ല. പിന്നെ ലെബനനിലെ ഹിസ്ബുള്ളയാണ് ഒരാശ്വാസം. അവരെ തെക്കൻ ലെബനനിലൂടെ അകത്തേക്ക് കയറ്റിവിട്ട് ആക്രമണത്തിന് കോപ്പ് കൂട്ടുക എന്നുള്ള വലിയൊരു പദ്ധതി ഇറാൻ മെനയുന്നുണ്ട്. പക്ഷേ അത് ഒരു തരത്തിലും ഇപ്പോൾ നടപ്പാകുന്നില്ല. കാരണം തെക്കൻ ലെബനനിൽ മാത്രമല്ല, ലെബനന്റെ എല്ലാ മേഖലകളിലും, അതിർത്തി മേഖലകളിലെല്ലാം തന്നെ ശക്തമായ നിരീക്ഷണം ഇസ്രയേൽ ഏർപ്പെടുത്തുന്നുണ്ട്. സിറിയ വഴി കയറാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗോലാൻ കുന്നിൽ താവളം ഉറപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. അതായത് അവരുടെ കണ്ണ് വെട്ടിച്ച് ഒരു ഈച്ച പോലും അനങ്ങില്ല എന്ന്. ഇസ്രയേൽ ഹിസ്ബുള്ളയെ കൊന്നൊടുക്കുമ്പോഴെല്ലാം ഇറാൻ ഇരവാദവുമായി രംഗത്തേക്ക് എത്താറുണ്ട്. ലെബനൻ ജനതയെ കൊന്നൊടുക്കുന്നു, ഉന്മൂലനം ചെയ്യുന്നു, വംശീയ ഉന്മൂലനമാണ് ഇസ്രയേൽ നടത്തുന്നത് എന്ന വലിയ വാവിട്ട കരച്ചിൽ. പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമിയിൽ നിന്ന് ഉയരുന്ന മിസൈലുകളുടെ ഗർജനത്തിനിടയിൽ ലോകം കേൾക്കാൻ മറന്നുപോകുന്ന ഒന്നുണ്ട്. ലെബനനിലെ ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ വിശപ്പടക്കിയുള്ള വിലാപം.
ദശാബ്ദങ്ങളുടെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തത്തിലേക്ക് ലബനൻ കൂപ്പുകുത്തുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തോട് 500 മില്യൺ യൂറോയുടെ അടിയന്തര സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ലബനീസ് ഭരണകൂടം. ഇത് വെറും ഒരു സാമ്പത്തിക സഹായത്തിനുള്ള അപേക്ഷയല്ല, മറിച്ച് തകർന്നുപോയ ഒരു ജനതയുടെ അതിജീവനത്തിനായുള്ള അവസാന നിലവിളിയാണ്. രാജ്യം നേരിടുന്ന കടുത്ത പട്ടിണിയും മരുന്നുകളുടെ അഭാവവും പരിഹരിക്കാൻ കുറഞ്ഞത് 500 മില്യൺ യൂറോയെങ്കിലും അന്താരാഷ്ട്ര സമൂഹം ഉടൻ നൽകണമെന്നാണ് ആവശ്യം. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം അതിർത്തികൾ കടന്ന് ലബനനിലെ സാധാരണക്കാരുടെ അടുക്കളകളിലേക്ക് വരെ പടർന്നിരുന്നു. ഒടുക്കം ഒരു തരത്തിലും ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, കൊണ്ടുപോയി കഴിഞ്ഞാൽ ലബനന്റെ സർവനാശമാണെന്ന് വ്യക്തമായ ഘട്ടത്തിലാണ് ലബനൻ സർക്കാർ അമേരിക്കയോട് സമ്മർദ്ദം ചെലുത്തി ഇസ്രയേലുമായി വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയത്. എന്നാൽ ഈ വെടിനിർത്തൽ കരാറിനെ അട്ടിമറിക്കുന്ന നീക്കങ്ങളാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വീണ്ടും തെക്കൻ ലെബനനിലേക്ക് കടന്നു കയറാനാണ് ഈ സംഘം ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടുമ്പോൾ ഇസ്രയേൽ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. തെക്കൻ ലെബനനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ല എന്നുള്ള കട്ടായം തീരുമാനം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ലബനൻ സർക്കാർ അത് അംഗീകരിച്ചതിന് ശേഷമായിരുന്നു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതുപോലും. ലെബനൻ എന്ന ആ ഒരു രാജ്യത്തെ, അതായത് വലിയ പ്രതാപത്തിൽ കഴിഞ്ഞിരുന്ന ഒരു രാജ്യത്തെ ഇന്ന് പട്ടിണിയിലേക്കും പരിവട്ടത്തിലേക്കും കൊണ്ട് തള്ളിയിട്ടത് ഹിസ്ബുള്ള എന്ന ഭീകര സംഘമാണ്. പശ്ചിമേഷ്യയിൽ ഇറാനോടൊപ്പം കൈകോർത്തുകൊണ്ട് ഇസ്രയേലിന് നേർക്ക് വലിയ ഭീകരവാദം പുറത്തെടുത്തതിന്റെ ഫലമാണ് ഇസ്രയേൽ കയറി അടിച്ച് ലെബനനെ മുച്ചൂടും മുടിച്ചത്. ഇപ്പോൾ ആ രാജ്യം തല പൊക്കാൻ കഴിയാത്ത വിധം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ലെബനൻ നേരിടുന്ന പ്രതിസന്ധി കേവലം യുദ്ധത്തിൻ്റെതല്ല, മറിച്ച് പൂർണ്ണമായ സാമ്പത്തിക തകർച്ചയുടേതാണ്. ഭക്ഷ്യസുരക്ഷയുടെ തകർച്ച. ലബനനിലെ 70% കുടുംബങ്ങളും ഇപ്പോൾ പട്ടിണിയുടെ വക്കിലാണ്. കൃഷിഭൂമികൾ യുദ്ധക്കളങ്ങളായി മാറിയതോടെ ആഭ്യന്തര ഉൽപാദനം നിലയ്ക്കുകയും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് സ്വർണത്തിൻ്റെ വിലയാകുകയും ചെയ്തു. മരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും ക്ഷാമം അതീവ രൂക്ഷമാണ്. രാജ്യത്തെ പകുതിയിലധികം ആശുപത്രികളും ഇന്ധനമില്ലാത്തതിനാലും ആക്രമണ ഭീഷണിയാലും പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. വൈദ്യുതി, കുടിവെള്ളം എന്നിവ നൽകുന്ന സംവിധാനങ്ങൾ ബോംബ് ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി ജനജീവിതം തന്നെ നരകതുല്യമാക്കി. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായം ഉപയോഗിച്ച് ഇവ ഭാഗികമായെങ്കിലും പുനഃസ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായും നാശനഷ്ടങ്ങൾ ഇല്ലാതാക്കാൻ സർക്കാരിന് കഴിയില്ല. പലായനം ചെയ്യുന്ന ജനതയും അഭയാർത്ഥി പ്രതിസന്ധിയും, അതായത് ലെബനനിൽ നിന്ന് ജീവനും കൊണ്ട് പലായനം ചെയ്യുകയാണ് പല മനുഷ്യരും. യുദ്ധം കൊണ്ട് ജനങ്ങളെ സ്വന്തം വീടുകളിൽ നിന്ന് തെരുവുകളിലേക്ക് തള്ളിവിട്ട ഒരവസ്ഥയാണ് ഉണ്ടായത്. തെക്കൻ ലെബനനിൽ നിന്നും ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും ഇതിനോടകം 1.2 ദശലക്ഷം ആളുകൾ പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വിദ്യാലയങ്ങളിലും പൊതു പാർക്കുകളിലും തിങ്ങിപ്പാർക്കുന്ന ഇവർക്ക് ആവശ്യമായ ഭക്ഷണം നൽകാൻ ഭരണകൂടത്തിന് കഴിയുന്നതേയില്ല. സിറിയൻ അഭയാർത്ഥികളുടെ ഇരട്ട പ്രഹരം. ലെബനനിൽ നേരത്തെ ഉള്ള 1.5 ദശലക്ഷം സിറിയൻ അഭയാർത്ഥികളുടെ അവസ്ഥ കൂടുതൽ ദയനീയമാണ്. അവർക്ക് ലഭിച്ചിരുന്ന അന്താരാഷ്ട്ര സഹായം യുദ്ധം മൂലം തടസ്സപ്പെട്ടത് വലിയൊരു സംഘർഷത്തിനും വഴിവെച്ചു.